ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു കാഴ്ച കാണിക്കാം. കണ്ട ഒരു പൂ കണ്ടോ? മരം പൂത്ത് നിൽക്കുന്ന ഇത് മുരിക്ക് പൂത്ത് നിൽക്കുക. ഉണ്ട് നല്ല കണ്ടോ, നിറയെ പൂക്കൾ, മുരിക്കിൻ പൂ. അപ്പോൾ ഇനി സ്കൂളിൽ പോകുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് കൊച്ചൊരു കാര്യം പറഞ്ഞുതരാം. സ്കൂളിൽ രാവിലെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കണം. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ടിഫിൻ ഉണ്ടാക്കണം, അവരുടെ യൂണിഫോം റെഡിയാക്കണം, ബാഗ് റെഡിയാക്കണം, സ്കൂളിൽ കൊണ്ടാക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ് വരുന്നിടത്ത് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം. ചിലർക്ക് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന പണിയേ കാണത്തുള്ളൂ, ചിലർക്കത് 2 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെയും മറ്റ് ജോലികളും പിന്നെ ജോലി ചെയ്യാനുള്ള സൗകര്യവും അവരുടെ ജോലി ചെയ്യാനുള്ള സ്പീഡും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. എന്തായിരുന്നാലും നമ്മൾ കുറച്ച് അഡ്വാൻസായിട്ട് എഴുന്നേൽക്കണം. ഒരു മണിക്കൂർ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും, കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ബഹളം ഉണ്ടാക്കി പിള്ളേരോടും ബഹളം വെച്ച് അത്രയും ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു അരമണിക്കൂർ നമ്മൾ മുൻപേ എഴുന്നേക്കാമെങ്കിൽ നമുക്ക് അത്രയും ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ല. പല വീട്ടിലും കുഞ്ഞുങ്ങൾ രാവിലെ രാവിലെ അവർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ വിശപ്പൊന്നും കാണത്തില്ല. എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വരുമ്പോൾ ഇവിടെ പിള്ളേർക്ക് വിശക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരെ വഴക്ക് പറയുകയും അവർക്ക് കുത്തിക്കയറ്റി കൊടുക്കുകയും പിന്നെ അവർ കരച്ചിലും ബഹളവും ഛർദിലും എല്ലാം ആയിരിക്കും. വീട്ടിലൊരു യുദ്ധക്കളമായിരിക്കും. രാവിലെ സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോകുന്ന വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളക്കളം മാതിരിയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്കിന് അമ്മമാർക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തെങ്കിലേ പിന്നെ അവർക്ക് എനർജി വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥ വരെ കാണും. പല മക്കളും കൊണ്ട് കുളിച്ചിട്ട് വന്നിട്ട് തോർത്ത് കൊണ്ടുവന്ന് കട്ടിലേലിടും, അതല്ലെന്നുണ്ടെങ്കിൽ സെറ്റിയേലിടും. അപ്പോൾ അവരോട് ഭയങ്കര ബഹളം. നിന്നോട് പറഞ്ഞിട്ടില്ലയോടി ഇവിടെ കൊണ്ടുവന്നിടരുതെന്ന് എത്ര പറഞ്ഞാലും എന്താ കേൾക്കാത്തെ, എടുത്തുകൊണ്ട് പോടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കും. അങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളൊന്നും അനുസരിക്കത്തില്ല. അവരോട് സമാധാനമായിട്ട് പറയണം. ഈ സമാധാനമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ആവശ്യമുണ്ട്. നമ്മൾ ഭയങ്കര സമയമില്ലാതെ നിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. നമുക്ക് കാര്യങ്ങൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ രാവിലത്തെ ഈ ഒരു സമയമാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ടൈമാണ്. അതിനുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമെന്ന്. കാര്യം ഈ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമാണ് വരുന്നത്. അപ്പോഴല്ലേ നമ്മൾ പിന്നെ അവരെ കാണത്തുള്ളൂ. അപ്പം പോകുന്ന സമയം അവരോട് സ്നേഹമായിട്ടും സമാധാനമായിട്ടും അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്കും സമാധാനം, കുഞ്ഞുങ്ങൾക്കും സന്തോഷം. പല മക്കളും കൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്നത് കരഞ്ഞ് ബഹളം വെച്ച് വഴക്കുണ്ടാക്കി അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പോയി കഴിയുമ്പോൾ പിന്നെ നമുക്കും വിഷമം, അവർക്കും സങ്കടം. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് പിന്നെ അവർക്ക് നമ്മളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ട് അവർക്കും ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ. കാര്യം ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതി എന്ന് പറയുന്നത് തന്നെ അവർക്ക് സ്വന്തമായിട്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു സമയവും കഴിവും ഒന്നും കാണത്തില്ല. പണ്ട് നമ്മളൊക്കെ പഠിച്ച പോലൊന്നും അല്ല. ഇപ്പോൾ എന്തോ ഒരു സിലബസൊക്കെയാണ്. അവർക്ക് ഭയങ്കര പ്രയാസങ്ങളാണ്. ഇതിനെയൊക്കെ ശരിക്കും അവർക്ക് തന്നെത്താനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നമ്മുടെ പേരൻസിൻ്റെയും കൂടെ ഒരു സഹായം ആവശ്യമാണ്. അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ ഈ രാവിലത്തെ ഈ ഒരു സമയം നമ്മൾ ബഹളം വെച്ചൊക്കെ വിട്ട് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ വിഷമങ്ങളൊക്കെ ഉള്ള ഒരു കൂട്ടുകാരോടായിരിക്കും പറയുന്നത്. കൂട്ടുകാർ ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം, അവർ ഇവരെ പോലെ തന്നെയല്ലേ. അവർക്കറിയാവുന്ന രീതിയിലായിരിക്കും അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയണമെങ്കിൽ നമ്മളുമായിട്ടുള്ള ഒരു ഇരിപ്പെന്ന് പറയുന്നത് അത് നല്ല സ്വസ്ഥവും സമാധാനവും ഫ്രണ്ട്ലിയുമായിട്ടൊക്കെ ആയിരിക്കണം. അല്ല നമ്മളെപ്പോഴും അവരോട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കതൊന്നും നമ്മളോടടുത്ത് വന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഈ രാവിലത്തെ ഈ ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റേത് സമയത്തേക്കാളും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മക്കളോട് നമുക്ക് സ്വസ്ഥമായിട്ടും സ്നേഹത്തോടെയും ഒക്കെ പറയാൻ പറ്റും. കാര്യം താമസിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരോട് സ്നേഹവും ഇല്ല, നമുക്ക് അവരോട് ദേഷ്യമായിരിക്കും, അവർക്ക് നമ്മളോട് ദേഷ്യവും വിഷമവും ആയിരിക്കും.
അപ്പം അതിനാ പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് നേരത്തെ ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു സമയം നല്ലൊരു സമയമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് നേരത്തെ കിടക്കുക, കുറച്ചുകൂടെ നേരത്തെ എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മക്കൾക്കും സന്തോഷം, നമുക്കും സന്തോഷം, വീട്ടിൽ അത്രയും സമയം എന്ന് പറയുന്ന ഒരു സമാധാനവുമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം കേട്ടോ.